യെസ്, സോ നമുക്ക് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് സെറ്റ് ആക്കിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. എക്സാമിന് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. 4 എണ്ണമാണ് നമ്മൾ പഠിക്കുന്നത്. ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ജിയോഗ്രഫിക്കൽ ആൻഡ് ക്രോണോളജിക്കൽ ആണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കാറ്റഗറൈസ് ഫോളോയിങ് ഡാറ്റ ആസ് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് എന്നാണ് പറയുന്നത്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ എണ്ണിയെടുക്കാനായിട്ട് പറ്റുന്നത്, കൗണ്ടബിൾ ആയിരിക്കും. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എണ്ണാൻ വേണ്ടി പറ്റില്ല, അൺകൗണ്ടബിൾ ആണ്. ആൻഡ് അതേപോലെ തന്നെ മെഷർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ എണ്ണം, ആൾക്കാരുടെ എണ്ണം, അങ്ങനെ നമ്പർ എന്ന് വരികയാണെങ്കിൽ അങ്ങനെ കൗണ്ട് ഒക്കെ 1 2 3 4 എന്നുള്ള രീതിയിൽ എംപ്ലോയീസിന് നമുക്ക് എണ്ണിയെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കും, ഡിസ്ക്രീറ്റ് ഡാറ്റ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഇനി അടുത്തതിൽ നോക്കുകയാണെങ്കിൽ വെയിറ്റ് ഓഫ് ഇൻഫൻസ് ബോൺ ഇൻ എ ഹോസ്പിറ്റൽ. ഇവിടെ എന്താണ് കീവേഡ്, വെയിറ്റ് ആണ് അല്ലേ. വെയിറ്റ് എന്താണ്, കണ്ടിന്യൂസ് ആയിരിക്കും. വെയിറ്റ് നമ്മൾ എണ്ണിയെടുക്കാൻ വേണ്ടി പറ്റുമോ, ഇല്ല, നമ്മൾ എന്താണ് മെഷർ ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അതെന്താണ്, ഒരു കണ്ടിന്യൂസ് ഡാറ്റ ആയിരിക്കും. ഇനി അടുത്തത് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. ഡെൻസിറ്റി ആണെങ്കിലും ലിക്വിഡിനെ നമ്മൾ മെഷർ ആണ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അതെന്താണ്, കണ്ടിന്യൂസ് ഡാറ്റ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. സോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മളെടുത്തൊരു ഫ്രീക്വൻസി ടേബിൾ ബിൽഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ ഡിസ്ക്രീറ്റ് പറ്റില്ല, കണ്ടിന്യൂസ് ആണ് നമുക്ക് വേണ്ടത്. അതായത് നമുക്ക് ക്ലാസ് വേണം, ടാലി മാർക്സ് വേണം, ഫ്രീക്വൻസി വേണം. അപ്പോൾ ഇത് ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ ആണ് എന്ന് നമുക്ക് പറയാം. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ ആണ്. ആൻഡ് നോക്കിക്കഴിഞ്ഞാലോ, ഇവിടെ ആദ്യം നമ്മൾ നോക്കേണ്ടത് ക്ലാസ്സുകൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം ആൻഡ് എവിടെ അവസാനിക്കണം. അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്ന് നോക്കാം. ചെറിയ വാല്യൂ വരുന്നത് 2 ആണ്. ഏറ്റവും വലിയ വാല്യൂ ആണെങ്കിലോ 22 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് 0 5 ആണ് ഞാൻ കൊടുക്കുന്നത്. 0 10 കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം, വിഷയമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അങ്ങനെ ആവുന്ന സമയത്ത് ക്ലാസ്സുകളെ എണ്ണം കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് 0 5 എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ക്ലാസ് എന്തായിരിക്കും, 22 ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ എവിടെ വരെ പോകണം, നമ്മളൊരു 20 to 25 ഈ ഒരു ക്ലാസ്സിലായിരിക്കുമല്ലോ 22 എന്നുള്ള വാല്യൂ വരുന്നുണ്ടായിരിക്കാം. സോ 0 5 തൊട്ട് 20 25 വരെയാണ് എന്ത് നമ്മളെ ക്ലാസ്സുകൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ക്ലാസ്സുകൾ നമ്മൾക്ക് എഴുതണം. സോ 0 5 5 10 5 എന്നുള്ള ക്ലാസ് ലെങ്ത് വെച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ കേട്ടോ. 10 15 15 20 20 25. ഇനി നെക്സ്റ്റ് ടാലി മാർക്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 0 5 എന്നുള്ള കേസിൽ ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം, 2 ഉണ്ടായിരിക്കും. അപ്പോൾ ഒരാൾ മാത്രമാണ് എന്ത് 0 5 എന്നുള്ള റേഞ്ചിലുള്ളത്. അപ്പോൾ 1 ആണ്. അപ്പോൾ ഫ്രീക്വൻസി എന്താണ് വരുന്നത്, 1 ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് 5 10 എന്നുള്ള റേഞ്ചിലാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ലോവർ ലിമിറ്റിലാണ് 5 വരുന്നതെങ്കിൽ അവിടെയാണ് എന്ത് 5 നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇവിടെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആണ്, അപ്പർ ലിമിറ്റ് ഇൻക്ലൂഡ് ചെയ്യപ്പെടില്ല. ലോവർ ലിമിറ്റ്സ് മാത്രമാണ് എന്ത് ഇൻക്ലൂഡ് ചെയ്യുക. 0 5 എന്നുള്ള ക്ലാസ്സിൽ 0 1 2 3 4 ഇത്രയും നമ്പേഴ്സ് മാത്രമായിരിക്കും എന്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കാം. ഇനിയിപ്പോൾ 5 10 എന്നുള്ള ക്ലാസ് ആണെങ്കിലോ 5 6 7 8 9 10 എന്താണ് ഈ ഒരു ക്ലാസ്സിൽ പെടില്ല. 10 എവിടെ വരും, 10 15 എന്നുള്ള ക്ലാസ്സിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം. സോ ഇനി അടുത്തത് 5 10 എന്നുള്ള ക്ലാസ്സിൽ ആരൊക്കെ വരുന്നുണ്ടായിരിക്കും, 1 2 3 4 5 5 ആൾക്കാരാണുള്ളത്. അപ്പോൾ എങ്ങനെ മാർക്ക് ചെയ്യും, 1 2 3 4 അഞ്ചാമത്തെ ആൾ എന്തായിട്ട് എഴുതണം, ഇതേപോലെ ക്രോസ് ആയിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും, 5 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കുക. ഇനി 10 15 എന്നുള്ള ക്ലാസ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 10 ഉണ്ട്. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 12 ആൾക്കാർ അവിടെ വരുന്നുണ്ട്. സോ എന്ത് വരും, 1 2 3 4 5 6 7 8 9 10 11 12 12 ആൾക്കാരാണ് ആ ഒരു ക്ലാസ്സിൽ വരുന്നത്. ഇനി അടുത്ത ഏതാ, 15 20 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 15 20 നോക്കാം. ഇവിടെ 1 2 3 4 5 6 7 8 8 ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ 8 നമുക്ക് മാർക്ക് ചെയ്യാം. 1 2 3 4 5 6 7 8 8 ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഇനി ലാസ്റ്റ് 20 25 എന്ന് പറയുമ്പോഴോ ഇവിടെ ആരൊക്കെയുണ്ട്, 1 2 3 4 4 ആൾക്കാർ മാത്രമാണുള്ളത്. അപ്പോൾ ഇവിടെ 1 2 3 4 എന്ന് കിട്ടും. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് 30 എന്നാണ്. കാരണം ടോട്ടൽ എത്ര കുട്ടികളുടെ ഡാറ്റയാണ് തന്നിട്ടുള്ളത്,
30 കുട്ടികളുടെ ഡാറ്റയാണ് എന്ത് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ ഫ്രീക്വൻസി എന്ത് കിട്ടണം? 30 എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടണം. സോ ഇവിടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 20 + 10 30 എന്ന് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ N, അതായത് ടോട്ടൽ ഫ്രീക്വൻസി ആണ് എന്ത് ക്യാപിറ്റൽ N എന്ന് വിളിക്കുന്നത്, അത് 30 ആണെന്ന് കിട്ടും. അപ്പം എന്തിനാ അത് കൂട്ടി നോക്കുന്നതെന്ന് അറിയോ? ഏതെങ്കിലും ആൾക്കാർ നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയാൻ കൂടെയാണ്. അപ്പോൾ ഇവിടെ 30 ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് 30 എന്ന് തന്നെ നമുക്ക് ഫൈനലി ആൻസർ ആയിട്ട് കിട്ടണം. സോ ഇത്രയും ഒരു 3 ചോദ്യം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 10 മാർക്കാണ് എക്സാമിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ എക്സാംസിലേക്ക് അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.